ഇന്നലെ കുറച്ചധികം പേര് നമുക്കൊരു വീഡിയോ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിഗ് ബോസിലെ സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന സിജോ നമ്മുടെ ബിഗ് ബോസിനെ പറ്റി പറയുന്ന ഒരു പരിപാടി, ഒരു കാര്യം. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറേ പേരിങ്ങനെ അത് ഷെയർ ചെയ്ത് തന്നിട്ട് ഇത് സത്യമാണോ, ഇതുള്ളതാണോ, ഇങ്ങനെയൊക്കെയാണോ ബിഗ് ബോസിൽ വോട്ടിങ് എന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് ചോദിച്ചു. സിജോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബിഗ് ബോസിലെ വോട്ടിങ് നമുക്ക് ഫേക്ക് ആയിട്ട് വോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ജിയോ ഹോട്ട്സ്റ്റാറിൽ നമ്മൾ ചെയ്യുന്ന വോട്ട് നമുക്ക് ഫേക്ക് ആയിട്ട് കയറ്റാനായിട്ട് പറ്റും. അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് എവിക്ഷനിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വോട്ട് കയറ്റുന്ന ആളുകളുണ്ട്. 5 ലക്ഷം രൂപ വരെയും 5 ലക്ഷം രൂപക്ക് വരെയും വോട്ട് കയറ്റുന്ന ടീമുകളുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പിന്നെ സിജോ അതിനകത്ത് പറയുന്നുണ്ട്, ഇതിപ്പോൾ ഈ സീസണിലൊക്കെ ഇതിന് മുമ്പത്തെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ അപ്പാനി ശരത്ത് എവിക്ഷനിൽ പുറത്തു പോയ സമയത്ത് ഈ പറയുന്ന അപ്പാനി ശരത്ത് പുറത്തു പോകാനുള്ള റീസൺ തന്നെ ഈ പറയുന്ന ഫേക്ക് വോട്ടിംഗ് ആയിരുന്നു. അപ്പാനി ആ ഒരു സമയത്ത് പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല. ഈ പറയുന്ന ഫേക്ക് വോട്ടിംഗ് അപ്പാനിക്ക് താഴെയുള്ള കണ്ടസ്റ്റൻസിന് ഇങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറ്റിയത് കൊണ്ടാണ് അപ്പാനി ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോയതെന്നൊക്കെ നമ്മുടെ സിജോ പറയുന്നുണ്ട്. ഇതിനകത്ത് കുറെ പേര് നമ്മളോട് ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മെസ്സേജ് എനിക്ക് ഇന്നലെ വന്നു ഇത് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആ റീല് ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം. ഈ വോട്ടിങ്ങിൽ പിആറിന് എന്തെങ്കിലും വോട്ടടിച്ച് കയറ്റാമല്ലോ. വോട്ടടിച്ച് കയറ്റുന്നുണ്ട്. സുഖമായിട്ട് വോട്ടടിച്ച് കയറ്റാമല്ലോ. നമുക്ക് വോട്ട് കയറ്റാൻ പാടില്ല. 5 ലക്ഷം രൂപയ്ക്ക് വോട്ടടിച്ച് കയറ്റുന്ന പരിപാടിയൊക്കെ ഇത്തവണ ഈ സീസണിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 100% പറ്റുമല്ലോ. നിങ്ങൾക്ക് അതിനകത്ത് അത്യാവശ്യം നമുക്ക് ഇപ്പോ അത്യാവശ്യം ഒരു ടെക്നിക്കലി അറിവുള്ള ആൾക്കാർ ചോദിച്ചാൽ മതി. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കേസ് കേട്ടല്ലേ വോട്ടടിച്ച് കയറ്റാന്നുള്ള കാര്യം. വോട്ടടിച്ച് കയറ്റാം. വോട്ടടിച്ച് കയറ്റുന്നവരുണ്ടോ? ഉണ്ട്. പേര് പറയാൻ പറ്റില്ല. ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ എവിക്ഷൻ എനിക്കൊന്ന് അപ്പാനെ എവിക്റ്റ് ആയ ആഴ്ചയിൽ അങ്ങനെ ഒരു വോട്ട് വോട്ടിങ്ങിലൂടെയാണ് അപ്പാനെ എവിക്റ്റ് ആയത്. എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പാനെ അവിടെ ആ സമയത്ത് എവിക്റ്റ് ആവേണ്ട ആളാണ്. അപ്പാനയുടെ ഗെയിം സൂപ്പറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പാനെ ആ ആഴ്ചയിൽ എവിക്റ്റ് ആവേണ്ട ആളല്ലായിരുന്നു. അപ്പാനേക്കാൾ മുന്നേ എവിക്റ്റ് ആവേണ്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വോട്ടിലൂടെ ആ വോട്ടിംഗ് മാറ്റിയതുകൊണ്ട് തന്നെയാണ് അപ്പാനെ എവിക്റ്റ് ആയത്. നമ്മളിത് പറയുമ്പോൾ ടൈറ്റ് ആവണമെന്നില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളത് അറിഞ്ഞ കാര്യമാണ്. നമുക്ക് അറിയാം ഈ വോട്ടിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാം. അതങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പാനയുടെ എവിക്ഷനകത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വോട്ടിലൂടെ തന്നെയാണ് എവിക്റ്റ് ആയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. ആ ഒരു വീഡിയോയിൽ സിജോ പറയുന്ന ഒരു കാര്യം, ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കാശ് കൊടുത്തിട്ട് വോട്ടും കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ട് പറ്റുമെന്നാണ്. പേഴ്സണലി ഇത് സത്യമാണെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് അങ്ങനെ കയറ്റാൻ പറ്റില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിജോ ഒന്നാമത്തെ കാര്യം ബിഗ് ബോസിലൊരു എക്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് എന്നെക്കാളും ഒരുപാടധികം കാര്യങ്ങൾ സിജോന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ സിജോനെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ട്. എന്തായാലും ഞാൻ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കാം. എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നവർ, എനിക്ക് പേഴ്സണലി ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. വോട്ടിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിൽ വോട്ടിംഗ് ഒക്കെ അത്രയും സെക്യൂർഡ് ആയിട്ടും അത്രയും സീക്രട്ട് ആയിട്ടൊക്കെ കൊണ്ടുപോകുന്ന കാര്യമാണ്. അതൊക്കെ ഈ പറയുന്ന പോലെ ഫേക്ക് ആയിട്ട് വോട്ട് കയറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്തൊക്കെയാണെങ്കിലും വലിയ അറിവ് എനിക്ക് ഇതിനെ പറ്റിയില്ല. അന്വേഷിച്ചിട്ട് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടും അവിടെ നിന്ന് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടും ഈ പറയുന്ന ബിഗ് ബോസ് നമ്മുടെ ചാനലിനൊരു ഇഷ്യൂ ആയിട്ട് മാറും, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് അറിയിക്കാത്തതാണെന്നൊന്നും വിചാരിക്കരുത്. പേഴ്സണലി എനിക്ക് സത്യമായിട്ടും ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ചോദിച്ചവരോടാണ് പറയുന്നത്. വോട്ടിംഗ് അങ്ങനെ സീക്രട്ടായിട്ടാണ്, ഇതൊക്കെ ഭയങ്കര സെക്യൂർഡ് ആയിട്ട് കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. ഇത് എത്ര ശതമാനം വോട്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റിന്, എത്ര വോട്ടാണ് രേഖപ്പെടുത്തിയെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. പിന്നെ അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെറിയ തോതിലൊരു അറിവ് കിട്ടും. പിന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പറയുന്ന യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകൾ. അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോളുകളിൽ പോൾ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ ആ ഒരു ലൈവ് വോട്ടിംഗ് സ്റ്റാറ്റസ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ അങ്ങനെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റിന്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു പോളിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ഈ പറയുന്ന വോട്ടിങ്ങിലെ ഏറ്റവും അധികം വോട്ട് കിട്ടാനുള്ള സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ഒരു 3-4 പേരെടുത്തിട്ട് യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോൾ അങ്ങോട്ട് ചെയ്യും. ആ ഒരു കമ്മ്യൂണിറ്റി പോളിൽ ഏകദേശം ഒരു 10-25,000 പേരൊക്കെ, അല്ലെങ്കിൽ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം പേര് വരെയും ഒരു കമ്മ്യൂണിറ്റി പോളിൽ പോൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ വോട്ടിംഗ് സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്ര പേർക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വോട്ടിംഗ് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫേക്ക് വോട്ടുകൾ കയറ്റാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. ബിഗ് ബോസിൽ ഈ ഒരു സീസൺ മുതലാണ് അത് സജീവമായിട്ട് വന്നു തുടങ്ങിയെന്നൊക്കെ സിജോ ആ ഒരു വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ
ഈ ഒരു സീസണിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് തന്നെയാണ് ഇതുവരെ അറിയാനായിട്ട് സാധിക്കുന്നത്. ഫേക്ക് വോട്ടിംഗ് അങ്ങനെ ബിഗ് ബോസിൽ ഒരു സീസണിൽ ഞാൻ കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സീസൺ മാത്രമല്ല, ഹിന്ദി ആയാലും മറ്റുള്ള ഭാഷകളായാലും ഇതുവരെയും ഒരു അറിവുള്ളൊരു കേസല്ല ബിഗ് ബോസിൽ ഫേക്ക് ആയിട്ട് വോട്ട് കയറ്റാൻ പറ്റുമെന്നുള്ളത്. എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ പലരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് നമ്മളത് കാര്യത്തിൽ എടുക്കാറില്ല ഈ സംഭവം. അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള വോട്ടിംഗ് അങ്ങനെ ബിഗ് ബോസിൽ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ പേഴ്സണലി അന്വേഷിച്ചിട്ട് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. ഒരു വോട്ടിംഗ് സ്റ്റാറ്റസിൽ ഇപ്പം നമുക്ക് അപ്പാനി ശരത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ പുറത്തു പോയത് അത്ര ഫെയർ ഒന്നും അല്ല. എന്ന് വെച്ചാൽ ഭയങ്കര മികച്ച കണ്ടസ്റ്റന്റ് ആണെന്നൊന്നുമല്ല. എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കണ്ടസ്റ്റന്റ് ആണ്. എങ്കിലും ബിഗ് ബോസിൽ ഒരു 19 ദിവസം നിൽക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്പാനി ശരത്ത്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ പുറത്തു പോയതിൽ പലർക്കും ഈ പറയുന്ന വിഷയത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ സംശയം ഉണ്ടാവും. ബിഗ് ബോസിലെ വോട്ടിങ് എന്താണ് ഫേക്ക് ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ. ഫേക്ക് ആണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി ഞങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കും. എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് വിശദമായിട്ട് ചെയ്യാം. ഈ റീലിൽ സിജോ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ സത്യമല്ലാതിരിക്കാം. സിജോ ബിഗ് ബോസ് ആയിട്ട് നല്ല രീതിയിൽ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ബന്ധങ്ങൾ ബിഗ് ബോസിന്റെ അണിയറയിലുള്ള പല വ്യക്തികളുമായിട്ട് സിജോനുണ്ട്. അപ്പോൾ സിജോ അത് ബന്ധപ്പെട്ടുകൊണ്ട് അവരൊക്കെ ആയിട്ട് ചോദിച്ചും പറഞ്ഞും മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കണം. അല്ല എങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു ഊഹാഭോഗങ്ങൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതായിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഈ സ്ഥലം നിങ്ങൾക്ക് അത്ര വ്യക്തമായിരിക്കില്ല. ഇത് വീട് പണിയാണല്ലോ. വീട് പണി ഇപ്പം അതേ കോളമൊക്കെ വാർത്തിട്ടാക്കിയാണ്. അവിടെയാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട് ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഇവിടെയല്ല, കുറച്ച് ലോങ് ആണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടത്. അപ്പോൾ അത് നേരെ എടുത്ത് ഇവിടെ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. വീട് പണി നമ്മളിപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. കോളം വാർത്ത് ഒക്കെ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അധികം ക്യാമറ ക്ലാരിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വോയിസും ഭയങ്കര നോയ്സ് ആയിരിക്കുള്ളൂ ഇവിടെ മൊത്തം. കാക്കയും കിളികളും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്താണ് ബിഗ് ബോസിലെ വോട്ടിങ്ങിൻ്റെ കാര്യം നമുക്ക് നോക്കാം, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന്. അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. 100K സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു സീസൺ തീരുന്നതിന് മുമ്പ് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 73.5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടി നിങ്ങൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ട് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു 100K കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്